നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. രാജ്യത്തെ എണ്ണ നയം തീരുമാനിക്കുന്നത് ഇന്ധന ലഭ്യതയും വിലയും അനുസരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ കൈകടത്താൻ മോദി ട്രംപിന് അനുമതി നൽകിയെന്ന് രാഹുൽ ഗാന്ധി. സൗദിയിൽ വിമാന കമ്പനികൾക്ക് വൻ പിഴ ചുമത്തി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. നടപടി നിയമലംഘനത്തെ തുടർന്ന്. പിഴ ഈടാക്കിയത് യാത്രക്കാരുടെ രേഖകൾ കൃത്യമല്ലാത്തതും നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനും. സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ദുബൈയുടെ ബജറ്റ് എയർലൈൻ കമ്പനിയായ ഫ്ലൈ ദുബായ്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിനിൽ. നാളെ വൈകിട്ട് ബഹ്റിൻ കേരളീയ സമാജം പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്യും. പരിപാടി സംഘടിപ്പിക്കുന്നത് മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്ന്. സന്ദർശകരെ വരവേറ്റ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അടക്കം 30 പവലിയനുകൾ. 6 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന മേളയിൽ വർണ്ണാഭമായ കലാപരിപാടികളും. $2026 ലോകകപ്പിൽ UAE മത്സരിക്കും. ഒമാനിൽ നടന്ന ഏഷ്യ ഈസ്റ്റ് ഏഷ്യ പസഫിക് യോഗ്യതാ മത്സരത്തിൽ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ട്രംപിന്റെ അവകാശവാദത്തിൽ രാഷ്ട്രീയ വിവാദത്തിനും കാരണമായി. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് ലഭിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇതിനു പിന്നാലെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് ട്രംപിന്റെ നിലപാട് തള്ളി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറക്കുമതി നയം തീരുമാനിക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യത്തിനനുസരിച്ചാണ്. കൂടുതൽ ലഭ്യതയും വിലസ്ഥിരതയും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതേസമയം ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുകയാണ് ചെയ്തത്. എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്യ താൽപര്യത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് വില കുറച്ച് രാജ്യത്തിന് പര്യാപ്തമാകുന്ന തരത്തിൽ എണ്ണ ലഭിക്കുക, അവിടെ നിന്ന് വാങ്ങുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുൻപും പറഞ്ഞത്. അതേസമയം ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമാണെന്ന് രാഹുൽ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് തീരുമാനിക്കുന്നതിന് ട്രംപിനെ അനുവദിക്കുന്നുവെന്നും അവഗണന തുടരുമ്പോഴും അഭിനന്ദന സന്ദേശം അയക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ വിമർശനമുന്നയിക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിനിലെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ബഹ്റിൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കും. മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് പ്രവാസി മലയാളി സംഗമം ഒരുക്കുന്നത്. പുലർച്ചെ 12:40 തിരുവനന്തപുരത്ത് നിന്നുള്ള ഗൾഫ് എയർ വിമാനത്തിലാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബ്, പ്രവാസി വ്യവസായി വർഗീസ് കുര്യൻ, പ്രവാസി മലയാളി സംഗമം സ്വാഗത സംഘ അംഗങ്ങൾ, ലോക കേരള സഭ അംഗങ്ങൾ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 8 വർഷത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉജ്ജ്വല സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ബഹ്റൈനിലെ ഇടത് അനുകൂല സംഘടനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് വെള്ളിയാഴ്ച നടക്കുന്ന പ്രവാസി മലയാളി സംഗമം സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 6:30 ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പരിപാടി നടക്കുക. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബ്, മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്ന മന്ത്രി സജി ചെറിയാൻ, പ്രവാസി വ്യവസായി MI യൂസഫ് അലി എന്നിവർ അതിഥികളായി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവാസി ക്ഷേമത്തിനായി സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കും. കേരള സർക്കാരിന് കീഴിലുള്ള നോർക്ക, പ്രവാസികൾക്കായി നോർക്ക കെയർ എന്ന പേരിൽ ഇൻഷുറൻസ്, പ്രവാസി സംരംഭകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാന കേരളം എന്നീ പദ്ധതികൾ ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം ഗൾഫ് പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാകും. ബഹ്റൈൻ സന്ദർശനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന മുഖ്യമന്ത്രി ഈ മാസം 24-ന് ഒമാനിലെത്തുന്നുണ്ട്. തുടർന്ന് ഖത്തർ, കുവൈറ്റ്, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തും. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ അനുകൂല പ്രവാസി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ GCC സന്ദർശനം പ്രവാസി മലയാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കാൻ വേണ്ടിയാകണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ കെ സൈനുൽ ആബിദീൻ പറഞ്ഞു. പ്രവാസി സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട വിധം പരിഗണിക്കാനോ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ GCC സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പ്രവാസി മലയാളികളുടെ യാഥാർത്ഥ്യ പ്രശ്നങ്ങളിൽ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രവാസികൾക്കായി ആവശ്യപ്പെടാനുള്ളത്. പ്രവാസി സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനോ അവരുടെ ആവശ്യങ്ങൾ വേണ്ട വിധം പരിഗണിക്കാനോ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. പ്രവാസികൾ വർഷങ്ങളായി കേരളത്തിൻ്റെ സാമ്പത്തിക താങ്ങായും സമ്പൽ വ്യവസ്ഥയുടെ നട്ടെല്ലായും നിൽക്കുന്ന സമൂഹമാണ്. നമ്മുടെ സംസ്ഥാനം പല പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോഴെല്ലാം താങ്ങായി പ്രവാസികളുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ കാലത്തും പ്രളയത്തിലും കോവിഡിലും പ്രവാസിയുടെ നന്മ മനസ്സിനെ കേരളം കണ്ടതാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രകടനത്തിനിടയിലുണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയും പിടിച്ചു നിൽക്കുന്നത് അടക്കം 6 ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. UDF പ്രവർത്തകർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ പറഞ്ഞു. ഷാഫി പറമ്പിൽ MPക്കെതിരായ അതിക്രമത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിഷേധം ഉയർന്നതോടെ അത് മറയ്ക്കാൻ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ 5 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഗ്രനേഡും ടിയർ ഗ്യാസും പ്രവർത്തകർക്കിടയിൽ വീണുപൊട്ടുന്നതും വടകര DYSP ടിയർ ഗ്യാസുമായി നിൽക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. CPMുകാർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടെന്ന് പേരാമ്പ്ര DYSP സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിടെ തന്നെയാണ് പോലീസും നിന്നിരുന്നത്. ആ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നതെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഗ്രനേഡ് വന്ന അതേ ഭാഗത്തു നിന്ന്, പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്തു നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്ന വിഷ്വലാണത്. 36 സെക്കൻഡ്. അതിന്റെ ഒരു ഭാഗത്തല്ല അല്ലേ, 2 ഭാഗത്തുള്ള വിഷ്വൽസ് ഉണ്ട്. പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കുന്ന ഹരിപ്രസാദ് DYSP ഒരു കയ്യിൽ ഗ്രനേഡും ഒരു കയ്യിൽ ലാത്തിയുടെ പോകുന്നത്. ഗ്രനേഡിന്റെ പിന്നി വലിക്കുമ്പോൾ MP ഉണ്ട് അപ്പുറത്ത് മറ്റൊരു പോലീസ് പറയുന്നു. സംഭവം നടന്ന 4ാം ദിവസം കരിമരുന്ന് പുരണ്ട നൂൽ, ഇരുമ്പു ചീളുകൾ എന്നിവ കണ്ടെത്തിയെന്ന പോലീസ് വാദം UDF തള്ളി. അങ്ങനെ തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കൊണ്ടുവന്നിട്ടതാകുമെന്നാണ് ആരോപണം. ഷാഫി പറമ്പിൽ MPക്കെതിരായ അക്രമം അപലപനീയമെന്നും പ്രതിഷേധം ശക്തമായതോടെ അത് മറയ്ക്കാനുള്ള കള്ളമാണ് പോലീസും CPMും നടത്തുന്നതെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തിയവർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസുണ്ടാക്കി കുറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷാഫിക്ക് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. അതിന് വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. രാഷ്ട്രീയത്തിനുപരി ആ പ്രതിഷേധം ഉയർന്നു വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമമെന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് CPM നേതൃത്വം വന്നിട്ടുള്ളത്. UDF പ്രവർത്തകരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ UDF സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ പോലീസ് അതിക്രമം തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം സമവായ നീക്കവുമായി മുതിർന്ന നേതാവ് G സുധാകരന്റെ വീട്ടിലെത്തി. ജില്ലാ സെക്രട്ടറി R നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കമുള്ള നേതാക്കളാണ് സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചത്. CPMനുള്ളിൽ സുധാകരനും ചില നേതാക്കളും തമ്മിലുള്ള തുറന്നു പറച്ചിലുകളും വാക്പോരും മുറുകുമ്പോഴാണ് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ പാർട്ടി വഴിയിലേക്ക് തിരികെ നടത്തുവാനുള്ള നേതൃത്വത്തിന്റെ നീക്കം. തന്നെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ ബോധപൂർവം ഒരു വിഭാഗം മാറ്റി നിർത്തുന്നുവെന്നായിരുന്നു സുധാകരൻ ഉയർത്തിയ പരാതി. ആലപ്പുഴയിൽ നടന്ന KPCCയുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് G സുധാകരനെതിരെ സൈബർ ആക്രമണമുണ്ടായത്. എന്നാൽ സുധാകരന്റെ വിമർശനങ്ങൾക്കെതിരെ മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയതോടെ മുതിർന്ന നേതാവ് കൂടിയായ സുധാകരൻ തുറന്ന പോരിലേക്ക് ഇറങ്ങുകയായിരുന്നു. G സുധാകരൻ പാർട്ടിയുമായി ചേർന്ന് പോകണമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ഉപദേശം. പിന്നാലെ സജി ചെറിയാനെ അനുകൂലിച്ചെത്തിയവരോടെല്ലാം സുധാകരൻ പൊട്ടിത്തെറിച്ചു.
മുതിർന്ന നേതാവ് AK ബാലനും കിട്ടി സുധാകരന്റെ വക ചൂടൻ വിമർശനം. സുധാകരന് വീഴ്ച വന്നിട്ടുണ്ടെന്നും തിരുത്തേണ്ടത് സുധാകരൻ തന്നെയാണ് എന്നുമുള്ള നിലപാടിലായിരുന്നു CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. എന്നാൽ ഈ തുറന്ന പോരിൽ ഇടതുപക്ഷത്തെയാകെ കടന്നാക്രമിക്കാനും സുധാകരൻ മടിച്ചില്ല. തന്റെ മണ്ഡലമായ അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM തോൽക്കുമെന്നും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തില്ല എന്നും സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സുധാകരനുമായുള്ള തുറന്ന പോര് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. അതിനാൽ തന്നെ CPM വേദികളിൽ സുധാകരനെ എത്തിച്ച് വിഷയത്തിന് പരിഹാരം കാണാനാണ് നേതൃത്വത്തിന്റെ നീക്കം. ഈ മാസം 19 നടക്കുന്ന VS അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാര വിതരണത്തിൽ സുധാകരനെ ക്ഷണിക്കാനെത്തിയ ജില്ലാ സെക്രട്ടറി R. നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കമുള്ള നേതാക്കൾ സൈബർ ഇടങ്ങളിലെ സുധാകരനെതിരായ വിമർശനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയതായാണ് വിവരം. നേതാക്കളെ കടന്നാക്രമിക്കരുത് എന്ന് സുധാകരനോട് പറഞ്ഞതായും സൂചനയുണ്ട്. പ്രസ്തുത പരിപാടിയിൽ പാർട്ടി ദേശീയ സംസ്ഥാന സെക്രട്ടറിമാർ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. എന്നാൽ താൻ നൽകിയ പരാതിയിൽ പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊണ്ടില്ല എന്ന വിമർശനവും സുധാകരനുണ്ട്. അതിനാൽ തന്നെ ഇനി CPM സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ സുധാകരനെ പങ്കെടുപ്പിച്ച് വിഷയം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കത്തിലാണ് ജില്ലാ നേതൃത്വം. പൊതുവേദിയിൽ പാർട്ടിക്കെതിരെ തുറന്ന വിമർശനമുയർത്തുന്ന സുധാകരനെ അടക്കി നിർത്തില്ല എങ്കിൽ അത് CPM-നും LDF-നും കൂടുതൽ വിനയായേക്കും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാകും CPM ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന്റെ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. നിലവിൽ വധശിക്ഷയ്ക്ക് സ്റ്റേ എന്നും കേന്ദ്രം കോടതി അറിയിച്ചു. നേരത്തെ ഹർജി നൽകിയ KA പോൾ ആണോ മധ്യസ്ഥൻ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകി. കേസ് പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. വിമാനത്തിന്റെ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ പിതാവാണ് ഹർജി നൽകിയത്. ദീപാവലി അവധിക്ക് ശേഷം ഹർജി കോടതി പരിഗണിക്കും. അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട AI-171 വിമാനത്തിന്റെ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സാണ് രണ്ടാം ഹർജിക്കാർ. മാനുഷിക പിഴവാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹർജി സമർപ്പിച്ചത്. സുപ്രീം കോടതി ഒരു സമിതിയെ രൂപീകരിച്ച് അന്വേഷണത്തിന്റെ മേൽനോട്ടം നിർവഹിക്കണമെന്നാണ് ആവശ്യം. വിമാനാപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഒരുപാട് പിഴവുകളുണ്ടെന്നും സ്വയം പ്രതിരോധിക്കാൻ ജീവനോടെ ബാക്കിയില്ലാത്ത പൈലറ്റുമാരിലാണ് അന്വേഷണ സംഘം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. അന്വേഷണ സംഘത്തിൽ അധികവും DGCയിലെ ഉദ്യോഗസ്ഥരാണ്. സ്വന്തം കേസിൽ ആരും ജഡ്ജിയാകരുതെന്ന അടിസ്ഥാന തത്വം ലംഘിക്കപ്പെടുകയാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. നിലവിൽ പുരോഗമിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷിക്കണമെന്നും പുഷ്കരാജ് സബർവാൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹർജി ദീപാവലി അവധിക്ക് ശേഷം കോടതി പരിഗണിക്കും. വിമാനാപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഒരുപാട് പിഴവുകളുണ്ടെന്നാണ് പുഷ്കരാജിന്റെ ആരോപണം. അതേസമയം സുമിത് സബർവാൾ ആത്മഹത്യ ചെയ്തതാണെന്നും ഇതാണ് ദുരന്തത്തിലേക്ക് നയിച്ചുവെന്നുമുള്ള തരത്തിൽ വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖം മിനുക്കാൻ തയ്യാറാകുന്നു ഗുജറാത്ത് മന്ത്രിസഭയിൽ കൂട്ടരാജി. ഗുജറാത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് സർക്കാരിലെ മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം രാജിവെച്ചത്. ഉടൻ തന്നെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുമെന്നും ഇതിനു മുന്നോടിയായി ഗവർണർ ആചാര്യ ദേവവ്രതിനെ മുഖ്യമന്ത്രി കാണുമെന്നും സൂചനയുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി അടക്കം 17 മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത്. 8 പേർ ക്യാബിനറ്റ് പദവിയിലുള്ളവരും 8 പേർ സഹമന്ത്രിയുമായിരുന്നു. 10 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുനഃസംഘടനയെന്നാണ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘം രാവിലെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി തവണ ദേവസ്വം വിജിലൻസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതേസമയം സ്വർണ്ണപ്പാളി കേസിൽ സന്നിധാനത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. അതിനിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നാളെ തിരികെ ഘടിപ്പിക്കും. വൈകിട്ട് 4 മണിക്ക് നട തുറന്ന ശേഷമാകും സ്വർണ്ണപ്പാളികൾ വീണ്ടും ഘടിപ്പിക്കുക. തുലാമാസ പൂജകൾക്കായി നാളെ ശബരിമല നട തുറക്കും. വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. 18-ന് പുലർച്ചെ 5 മണി മുതൽ തുലാമാസ പൂജകൾക്ക് തുടക്കമാകും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും 18-ന് നടക്കും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കശ്യപ് വർമ്മ, മൈഥിലി കെ വർമ്മ എന്നിവർ യഥാക്രമം ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി എന്നിവരുടെ നറുക്കെടുപ്പ് നടത്തും. 21-ന്
ചിത്രയാട്ട വിശേഷ പൂജകൾ നടക്കും. 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സന്ദർശനം പ്രമാണിച്ച് ശബരിമലയിൽ ദർശന നിയന്ത്രണം ഉണ്ടാകും. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായതോടെ പ്രശ്നം പരിഹരിക്കാൻ സംയുക്ത സമിതിയെ നിയോഗിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജെഫ്രി മുത്തുകോയ തങ്ങളും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സമിതിക്ക് രൂപം നൽകിയത്. ഹിജാബ് വിഷയത്തിൽ തർക്കം തീരുന്നില്ല. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെ വെല്ലുവിളിക്കാൻ മാനേജ്മെന്റ് നോക്കേണ്ട എന്നും മാനേജ്മെന്റിന് വേണ്ടി സംസാരിക്കേണ്ടത് അഭിഭാഷകയോ PTA പ്രസിഡന്റോ അല്ല എന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ DDE റിപ്പോർട്ടിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം. ഹിജാബ് വിവാദത്തിൽ സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെ വെല്ലുവിളിക്കാൻ മാനേജ്മെന്റ് നോക്കണ്ട എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. വിവാദം രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമത്തിന് മാനേജ്മെന്റും കൂട്ടുനിൽക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ചട്ടത്തിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന കാര്യവും മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിയമത്തിന്റെ വഴിക്ക് പോകും. മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്നാണ് DYFI നിലപാടെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു, പിന്നെ അതിലേക്ക് ബോധപൂർവം ചർച്ചകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഹിജാബ് വിവാദം ആളിക്കത്തിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറേ ആളുകൾക്ക്. അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്, ചർച്ച ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. എന്നാൽ സെന്റ് റീത്ത സ്കൂളിലെ 8ാം ക്ലാസ്സുകാരി ഇന്നും സ്കൂളിലെത്തിയില്ല. കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത്. DE റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സ്കൂളിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. സൗദിയിൽ വിമാന കമ്പനികൾക്ക് വൻ പിഴ ചുമത്തി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. നിയമലംഘനത്തെ തുടർന്നാണ് പിഴ ചുമത്തിയത്. ഈ വർഷം 3ാം പാദത്തോടെ 246 നിയമലംഘനങ്ങളാണ് വിമാന കമ്പനികൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തത്. 48 ലക്ഷത്തിലേറെ റിയാലാണ് വിമാന കമ്പനികൾക്കെതിരെ പിഴ ചുമത്തിയത്. യാത്രക്കാരുടെ രേഖകൾ പൂർണ്ണമാണെന്ന് ഉറപ്പ് വരുത്താത്തതിനും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനും വിമാന കമ്പനികൾക്ക് 45 ലക്ഷത്തിലേറെ റിയാൽ പിഴ ചുമത്തി. ആവശ്യമായ വിവരങ്ങൾ നൽകാത്തതിന് 3 കമ്പനികൾക്ക് 75,000 സൗദി റിയാലും പിഴ ചുമത്തിയിട്ടുണ്ട്. ദുബൈയുടെ ബജറ്റ് എയർലൈൻ കമ്പനിയായ ഫ്ലൈ ദുബായ് എക്കണോമി ക്ലാസുകളിലും വിനോദ പരിപാടികൾ കാണുവാനുള്ള സൗകര്യവും ഭക്ഷണവും ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു. നവംബർ മുതൽ പുതിയ മാറ്റങ്ങൾ നിലവിൽ വരും. എല്ലാ വിമാനങ്ങളിലെയും ഇക്കണോമി ക്ലാസുകളിൽ ഈ സൗകര്യം ഉൾപ്പെടുത്തും. ബജറ്റ് എയർലൈൻ എന്ന ആശയത്തിലാണ് ആരംഭിച്ചതെങ്കിലും വിമാനങ്ങളിൽ ബിസിനസ് ക്ലാസ് ഉൾപ്പെടുത്തിയും ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ ലോഞ്ച് തുറന്നും ഫ്ലൈ ദുബായ് സേവനങ്ങൾ പരിഷ്കരിച്ചിരുന്നു. ഈ വർഷം തന്നെ പുതിയ 9 വിമാനങ്ങൾ കൂടി സേവനത്തിന് സജ്ജമാക്കുമെന്നും ഫ്ലൈ ദുബായ് അറിയിച്ചു. മക്കയിൽ വിശുദ്ധ ഹറാം പള്ളിയോട് ചേർന്ന് ബഹുമുഖ ഉപയോഗ കേന്ദ്രമെന്നോണം കിങ് സൽമാൻ ഗേറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അറിയിച്ചു. 1.2 കോടി ചതുരശ്ര മീറ്റർ നിർമ്മിതി വിസ്തൃതിയിലാണ് കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാനമായും സേവന നിലവാരം മെച്ചപ്പെടുത്തുവാനും പള്ളിക്ക് ചുറ്റും പാർപ്പിട സാംസ്കാരിക സേവന സൗകര്യങ്ങൾ നൽകാനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പ്രദേശത്തെ നമസ്കാര സ്ഥലങ്ങളിലും മുറ്റങ്ങളിലുമായി ഒരേ സമയം ഏകദേശം 9 ലക്ഷം പേർക്ക് നമസ്കാരം നിർവഹിക്കാൻ സൗകര്യമുണ്ടാകും. കുവൈറ്റിൽ നിരോധിത സംഘടനയുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ ധനസഹായ ശൃംഖലയെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിൻ്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുവാനും ക്രമസമാധാന നില അസ്ഥിരപ്പെടുത്തുവാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പിന് ധനസഹായം നൽകി വരുന്ന സംഘമാണ് പിടിയിലായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഫാർമസി കേന്ദ്രീകരിച്ചാണ് ഇവർ ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകിയത്. പ്രതികൾ രാജ്യത്തിന് പുറത്തേക്ക് മരുന്നുകളും പണവും കടത്തി വരികയായിരുന്നുവെന്നും വിശദമായ അന്വേഷണത്തിൽ വ്യക്തമായി. കുവൈറ്റിൽ പ്രവാസികളിൽ നിന്നും പണം വാങ്ങി വ്യാജമായി താമസ വാടക കരാർ നിർമ്മിച്ചു നൽകിയ ഈജിപ്തുകാരനെ അറസ്റ്റ് ചെയ്തു. പ്രവാസികൾക്ക് സിവിൽ ID കാർഡുകൾ ലഭിക്കുന്നതിനായി ഇത്തരത്തിൽ
ഡസൻ കണക്കിന് വാടക കരാറുകൾ ഇയാൾ നിർമ്മിച്ചു നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. രാജ്യത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നേരത്തെ മന്ദുബായി ഇയാൾ ജോലി ചെയ്തിരുന്നു. സ്ഥാപനത്തിൽ ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് 1 വർഷം മുമ്പ് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ദുബായിലെ സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ഡിജിറ്റൽ സംയോജനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് കോർട്ടും തമ്മിൽ ഡിജിറ്റൽ സഹകരണ കരാർ ഒപ്പുവച്ചു. നീതിന്യായ അന്വേഷണ സേവനങ്ങൾ സുഗമമാക്കാനും ഡേറ്റ കൈമാറ്റത്തിൻ്റെ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുവാനുമായി വികസിപ്പിക്കുന്ന ഇലക്ട്രോണിക് ബന്ധിപ്പിക്കൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കരാർ നടപ്പിലാക്കും. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന ജൈടെക്സ് ഗ്ലോബൽ വേദിയിലായിരുന്നു കരാർ ഒപ്പുവെച്ചത്. GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയം, ദുബായ് കോടതികളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സെയ്ഫ് ഗാനിയും അൽ സുവേദിയും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇരു സ്ഥാപനങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റിൽ ആദ്യ ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു. ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ് ആദ്യ പാസ്പോർട്ട് അനുവദിച്ചത്. ഐഷ റുമാൻ എന്ന ഇന്ത്യക്കാരിക്കാണ് ആദ്യ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത്. ഇന്ത്യൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര യാത്രകളിൽ എമിഗ്രേഷൻ നടപടികൾ സുഗമമാക്കുവാനും യാത്രകൾ എളുപ്പമാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ സർക്കാർ നടത്തുന്ന നടപടികളുടെ ഭാഗമായാണ് പുതിയ പാസ്പോർട്ട് സൗകര്യമെന്ന് ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആഗോള സഞ്ചാരികളുടെ ഇഷ്ടയിടമായ ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നു. വിവിധ രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 30 പവലിയനുകളാണ് ആഗോള ഗ്രാമത്തിലുള്ള ഇത്തവണയുള്ളത്. 6 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഇത്തവണത്തെ സീസണിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ ആസ്വദിക്കാനാകും വിധമുള്ള നിരവധി കലാപരിപാടികളും അരങ്ങേറും. ആഗോള ഗ്രാമത്തിന്റെ 30ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. 3 പതിറ്റാണ്ടായി UAE നിവാസികളെയും ദുബായിലെത്തുന്ന സന്ദർശകരെയും സ്വീകരിക്കുന്ന ഗ്ലോബൽ വില്ലേജ് 30ാം സീസണിൽ കൂടുതൽ മനോഹരമാണ്. ഇനിയുള്ള ഏതാണ്ട് 7 മാസക്കാലം ലക്ഷക്കണക്കിന് ആളുകൾ ആഗോള ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാനായി ദുബായിലെത്തും. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും 30 പവലിയനുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും രുചി വൈവിധ്യം വിളമ്പുന്ന 200ഓളം ഭക്ഷണശാലകളാണ് ആഗോള ഗ്രാമത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനാകുന്ന റൈഡുകൾ, സ്റ്റണ്ട് ഷോ, ഹൊറർ ഹോട്ടൽ തുടങ്ങി കാഴ്ചകളും വിനോദയിടങ്ങളും ഏറെയുണ്ട് ഇക്കുറി ഗ്ലോബൽ വില്ലേജിൽ. We have 30 country pavilions with us at Global Village, which are celebrating over 90 cultures altogether. We have a parade that's taking place with over 200 participants 3 times a week. We have, of course, our flagship fireworks every weekend. ദുബായിൽ ദീപാവലി ആഘോഷം നടക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നും ഗ്ലോബൽ വില്ലേജാണ്. ഒക്ടോബർ 17 മുതൽ 23 വരെയാണ് ഗ്ലോബൽ വില്ലേജിലെ ദീപാവലി ആഘോഷം. വെടിക്കെട്ട്, കലാപരിപാടികൾ, രംഗോലി ഫെസ്റ്റ് തുടങ്ങിയവ ദീപാവലിയോടനുബന്ധിച്ച് ആഗോള ഗ്രാമത്തിൽ അരങ്ങേറും. പ്രത്യേക ദീപാവലി വിപണനമേളയും ഗ്ലോബൽ വില്ലേജിലെ ഇന്ത്യൻ പവലിയനിൽ ഉണ്ടാകും. ഡ്രീം ദുബായുമായി ചേർന്ന് പ്രത്യേക സമ്മാന പദ്ധതിയും ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് എൻട്രി പാസിനൊപ്പം ലഭിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് 10 ലക്ഷം ദിർഹം ഗ്രാൻഡ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാം. ഏത് ദിവസവും സന്ദർശിക്കാവുന്ന ടിക്കറ്റിന് 30 ദിർഹമാണ് വില. പ്രവൃത്തി ദിവസങ്ങളിലെ ടിക്കറ്റിന് 25 ദിർഹവും. 3 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. ആഘോഷാരംഭങ്ങളുടെ പൂർണ്ണതയിലാണ് ഞാൻ നിൽക്കുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. ദുബായ് നഗരത്തിലെ ടാക്സി ഡ്രൈവർമാർക്ക് വിശ്രമ ഇടങ്ങൾ ഒരുങ്ങുന്നു. പാർക്കിംഗ് സേവനങ്ങൾ നൽകുന്ന പാർക്കിംഗ് കമ്പനിയും ദുബായ് ടാക്സി കമ്പനിയും തമ്മിൽ ദുബായിൽ നടക്കുന്ന ജൈടെക്സ് പ്രദർശന വേദിയിലാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. നഗരത്തിൽ കൂടുതൽ ബഹുനില പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പാർക്കിംഗ് കമ്പനി അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 5 പുതിയ ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങളാണ് നിർമ്മിക്കുന്നത്. ദുബായിലെ അൽ സൂഖ്, അൽ കബീർ, അൽ സബ്ഖ, അൽ റിഗ, ദേറ, ഡൗൺ ടൗൺ ദുബായ് എന്നിവിടങ്ങളിലാണ് ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക. കേരളത്തിലെ പ്രശസ്തമായ ആയുർവേദ ചികിത്സാ സ്ഥാപനമായ ധന്വന്തരി വൈദ്യശാല ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. 93 വർഷം പാരമ്പര്യമുള്ള ധന്വന്തരി വൈദ്യശാലയുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ചികിത്സാ കേന്ദ്രമാണ് ദുബായിലേത്. ദുബായിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സതീഷ് നമ്പൂതിരി, ദുബായ് കേന്ദ്രത്തിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സത്യ കെ പിള്ള, ധന്വന്തരി AGM സ്വാതി, മാനേജിംഗ് ഡയറക്ടർ മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു. ബഹ്റിൻ, ഖത്തർ, ഒമാൻ, ഫിലിപ്പീൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഡോക്ടർ സതീഷ് നമ്പൂതിരി പറഞ്ഞു. കേരളത്തിൽ തൊടുപുഴയിലുള്ള ധന്വന്തരി വൈദ്യശാലയിലെ സേവനങ്ങളെല്ലാം ദുബായിലും ലഭ്യമാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു.
ഇനി കായിക വാർത്തകൾ നോക്കാം. അടുത്ത വർഷം നടക്കുന്ന T20 ലോകകപ്പിൽ UAE മത്സരിക്കും. ഒമാനിൽ നടന്ന ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ മത്സരത്തിൽ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് UAE ലോകകപ്പ് യോഗ്യത നേടിയത്. 20 ഓവറിൽ 116 റൺസിൽ ജപ്പാനെ ഒതുക്കിയ UAE 8 വിക്കറ്റ് വിജയം കൈപ്പിടിയിൽ ഒതുക്കിയതോടെ ലോകകപ്പ് ബർത്ത് ഉറപ്പിച്ചു. നേപ്പാളും ഒമാനും നേരത്തെ T20 ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് T20 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. സൗദി ദേശീയ ടീമായ ഗ്രീൻ ഫാൽക്കൺസ് 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി. ചൊവ്വാഴ്ച രാത്രി ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി അൽ ഇൻമ സ്റ്റേഡിയത്തിൽ നടന്ന ഏഷ്യൻ യോഗ്യതാ മത്സരത്തിലെ ഗ്രൂപ്പ് ബി അവസാന റൗണ്ടിൽ ഇറാഖിനെതിരെ സമനിലയിലൂടെ സൗദി ദേശീയ ടീം ലോകകപ്പ് ഫൈനലിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചു. കളിയിൽ ഇരു ടീമുകൾക്കും 4 പോയിന്റ് വീതമായിരുന്നുവെങ്കിലും ഗോൾ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി മുന്നിലെത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.